ഇങ്ങോട്ട് ഇറങ്ങി. എവിടെ പോകാനായിട്ടാ? അപ്പുറത്തെ വീട്ടില് പുളിഞ്ചിക്ക് ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്താ പേര് പറയുന്നത്? ചിലിമ്പിക്കാന്നാണ് പറയുന്നത്. നമ്മളവിടെ പുളിഞ്ചിക്ക് എന്നാ പറയുന്നത്. ചിലിമ്പിപ്പുളി. പുളിഞ്ചിക്ക് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് പുളിഞ്ചിക്ക് അച്ചാർ ഉണ്ടാക്കാൻ അങ്ങനെ പോവാനായിട്ട് വന്നതാണേ. പുളിഞ്ചിക്ക് അച്ചാർ കഴിച്ചിട്ടുണ്ടോ? അച്ചാർ കഴിച്ചിട്ടൊന്നുമില്ല. അല്ലാതെ എങ്ങനെ കഴിച്ചിട്ടുണ്ട്? അല്ലാതെ പച്ചക്കാ? ആ പുളി പറിച്ച് കഴിച്ചിട്ടുണ്ട്. നമ്മളവിടെ അച്ചാർ ഉണ്ടാക്കും, നല്ല ടേസ്റ്റാ. പക്ഷെ ഒരാഴ്ചക്ക് കഴിക്കാൻ കൊള്ളാവും. ഉണക്കി ഉണ്ടാക്കുന്നെങ്കിൽ കുറേ ദിവസം കഴിക്കാം. ചെറിയൊരു പുളിമരം. പുളിഞ്ചിക്ക, ചിലിമ്പിപ്പുളി, ചിലിമ്പിക്ക. പിന്നെ നമ്മുടെ അല്ലാത്തോണ്ട് ചോദിക്കാൻ പറയുന്നത് വേണ്ട. കയറി അങ്ങോട്ട് പറിക്കുക. അവരെ കാണാൻ അറിയത്തുമില്ല, അവരിവിടെ ഇല്ല താനും. നമ്മുടെ അല്ലാത്ത സാധനം പറിക്കാൻ നമുക്ക് ഭയങ്കര ഉത്സാഹമാണ്. അതെ, കട്ട് പറിച്ച്. എന്താ അങ്ങനെ? ചേച്ചി ആണ്ട് ഇവിടെ ചിലിമ്പിപ്പുളി പറിക്കുന്നേ. നാട്ടുകാരെ പട്ടാപ്പകൽ മോഷണം നടത്തുന്നേ. അവിടെ കയറ്. മരത്തല്ലോ. പുളിഞ്ചിയുടെ ഉടമസ്ഥൻ കണ്ടു കഴിഞ്ഞാൽ ഞാനല്ല, നിങ്ങളെ വീഡിയോ കാണുന്ന ആള് ഞാനല്ല, വേറെ. ഇപ്പൊ തന്നെ പഴുത്ത് വീഴും. നോക്കി. അതെ, വലിയ പഴുത്തല്ലേ. ഒരുപാട് പഴുത്ത് വീണ് കേടായി. അത് വെച്ച് കയറാൻ വേണ്ടിയോ? അത് എന്നത്തിന് വെച്ചാൽ അതിവിടെ കൊണ്ട് കയറാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് തോന്നുന്നു. പലയടിച്ച് വെച്ച് മരത്തിൽ കയറിയേ പറ്റത്തുള്ളൂ. നിങ്ങൾ പിന്നെ വാശി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇച്ചിരി ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. വലിയ കാലാവധി ഇല്ലാത്ത ഒരു സാധനമാണിത്. ഇന്നിനി അച്ചാർ ഉണ്ടാക്കുന്നില്ല, ഈ നാളെ അച്ചാർ ഉണ്ടാക്കുന്നതിന് തയ്യാറെടുപ്പൊക്കെ ഇന്ന് ചെയ്യുന്നതിന് ഞാൻ തൊടിയിലേക്ക് പോയി. തൊടിയിലെത്തിയതിന് ശേഷം എനിക്ക് കാന്താരി മുളക് വേണമായിരുന്നു. അപ്പം ഇങ്ങനെ തൊടിയിൽ കുറേ കാന്താരി നിൽപ്പുണ്ട്. നമ്മളവിടെയൊക്കെ കാന്താരി ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഈ പക്ഷികളൊക്കെ കൊത്തിപ്പറക്കി കൊണ്ടുവരുന്നതായിരിക്കാം. പക്ഷെ ഒത്തിരി കാന്താരി ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറേ കാന്താരി മുളകുകൾ പറിക്കാമെന്ന് വിചാരിച്ചു. ആവശ്യത്തിന് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് മാങ്ങ അച്ചാറും ഉണ്ടാക്കണം, അതുപോലെ തന്നെ പുളിച്ചിക്ക, ഇരുമൽ പുളി അച്ചാറും ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നില്ല, നാളെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത്രയും കാന്താരി മുളക് കിട്ടി.